നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. അറിവുള്ളിടത്ത് വിശ്വാസത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. ഓരോ വിശ്വാസവും അതിൻ്റെ കൂടെ ഒരു സംശയത്തെ കൂടി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സത്യത്തെക്കാൾ അധികം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ സുരക്ഷിതമായ അന്ധവിശ്വാസങ്ങളെയാണ്. നിയമങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരിക്കലും സന്മാർഗിയാകാൻ കഴിയില്ല. സ്നേഹമില്ലാത്ത പ്രാർത്ഥനകൾ വെറും വ്യായാമങ്ങൾ മാത്രമാണ്. മരണമെന്നത് ഒരു അവസാനമല്ല, അത് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണ്. ജീവിതം പൂർണ്ണമായി ജീവിക്കാത്തവനാണ് മരണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഉള്ളിലൊന്നുമില്ലാത്തവൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകുന്നത്? ശബ്ദങ്ങൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ നിശബ്ദതയുടെ സംഗീതം ഇതാണ്. പ്രിയമുള്ള എല്ലാ സത്യാന്വേഷികൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സൂഫിസത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് ബോധത്തിൻ്റെ പടവുകളിലൂടെയായിരുന്നു നമ്മൾ സഞ്ചരിച്ചത്. അശ്രദ്ധയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാനും നമുക്കുള്ളിലെ ഉറക്കത്തെ തിരിച്ചറിയുവാനും ആ ഭാഗം നമ്മെ സഹായിച്ചിട്ടുണ്ടാവും. പലരും എന്നോട് ചോദിച്ചു, നിങ്ങളൊരു ഗുരുവാണോ എന്ന്. എൻ്റെ മറുപടി ഒന്നേ ഉള്ളൂ, സത്യത്തിലേക്കുള്ള ഈ പാതയിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ അന്വേഷകൻ മാത്രമാണ്. സത്യത്തെ കൈമാറാൻ കഴിയില്ലെന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഓഷോ എന്ന ആ മഹാഗുരുവിൻ്റെ ദർശനങ്ങളാണ്. ഇത് കേട്ട് നിങ്ങളെ ഓഷോ ഭക്തരാക്കാനല്ല, മറിച്ച് നിങ്ങൾക്കുള്ളിലെ സത്യത്തെ കണ്ടെത്താൻ ഈ വാക്കുകൾ ഒരു നിമിത്തമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഇന്നത്തെ ചിന്തകൾ നമ്മെ നയിക്കുന്നത് കൂടുതൽ നിഗൂഢവും എന്നാൽ വിപ്ലവകരവുമായ കുറെ ബോധ്യപ്പെടലുകളിലേക്കാണ്. ഇവിടെ നമ്മൾ വാക്കുകളെയല്ല, നിശബ്ദതയെയാണ് തിരയുന്നത്. അതിനായി നമ്മുടെ ഹൃദയം തുറന്നു പിടിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഭാഗം നമ്മുടെ ബുദ്ധിയെയാണ് സ്പർശിച്ചതെങ്കിൽ ഈ ഭാഗം നമ്മുടെ ആത്മാവിനെ പിടിച്ചുകുലുക്കുവാൻ പോകുകയാണ്. ഈ മഹായാത്രയിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. സ്നേഹമുള്ളവരെ, ഈ മതം എന്നത് ഇന്ന് വെറുമൊരു വിശ്വാസമായി മാറിയിരിക്കുകയാണ്, അല്ലേ? സൂഫികൾ പറയുന്നത് വിശ്വാസം ആത്മീയ യാത്രയിലെ ഏറ്റവും വലിയ തടസ്സമാണെന്നാണ്. എന്തുകൊണ്ടായിരിക്കും എല്ലാ കാലത്തെയും മിസ്റ്റിക്കുകൾ ഓരോ കാര്യം വീണ്ടും വീണ്ടും ഉപദേശിച്ചിട്ടും ഈ ആളുകൾ അത് വിശ്വസിക്കാത്തത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. അവർക്ക് ആ ഭാഷ മനസ്സിലാകുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശ്വാസം എന്നത് നമ്മളിലൊരു ആന്തരിക ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓഷോ പറയുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സംശയത്തെ നമ്മൾ ഉള്ളിൽ വഹിക്കുന്നുണ്ട്. ഈ ഭിന്നിപ്പിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ആനന്ദവാനായിരിക്കാൻ കഴിയുക? വിശ്വാസം എന്നത് അറിവില്ലായ്മയെ മറച്ചു പിടിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നമ്മൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ദൈവത്തെ അറിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് ദൈവത്തെ അറിയുമായിരുന്നുവെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ഉദാഹരണത്തിന്, സൂര്യൻ ഉദിക്കുന്നു എന്ന് ആരും വിശ്വസിക്കാറില്ല. അങ്ങനെയുണ്ടോ? കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
വിശ്വാസം എന്നത് എപ്പോഴും ദുർബലമാണെന്നേ. എന്നാൽ അനുഭവം എന്നതോ ഒരു പാറ പോലെ ഉറച്ചതുമാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ എപ്പോഴും അതീവ ഗൗരവമുള്ളവരായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ പള്ളികളിലോ അമ്പലങ്ങളിലോ പോയാലെല്ലാം അവിടെയുള്ള ആളുകളുടെ മുഖത്ത് കാണുവാൻ കഴിയുന്നത് അതീവ ഗൗരവവും വിഷാദവുമായിരിക്കും. അവർ ആസ്വദിക്കാൻ മറന്നുപോയിരിക്കുകയാണ്. എന്നാൽ മിസ്റ്റിക്കുകൾ അങ്ങനെയല്ല, അവർ ആഘോഷിക്കുന്നവരാണ്. അവർക്ക് ദൈവം എന്നത് ഒരു സിദ്ധാന്തമല്ല, മറിച്ച് ഓരോ ശ്വാസത്തിലുമുള്ള അനുഭവമാണ്. പ്രിയമുള്ളവരെ, മതം നമ്മെ നൃത്തം ചെയ്യിക്കുന്നില്ലെങ്കിൽ, മതം നമ്മെ ചിരിപ്പിക്കുന്നില്ലെങ്കിൽ അത് മതമല്ല, മറിച്ച് അതൊരു രോഗമാണ്. ഓഷോ പറയാറുള്ളത് പോലെ അമ്മായിയുടെ മതവും ദുഃഖിതനായ കോവർക്കഴുതയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന പോലെയാണത്. ദസ്തയേവ്സ്കിയുടെ കഥ ഇവിടെ പ്രസക്തമാണ്. പുരോഹിതൻ യേശുവിനെ തടവിലാക്കിയതിന് ശേഷം യേശുവിനോട് പുരോഹിതൻ പറയുകയാണ്, നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് വേണ്ട എന്ന്. അവർക്ക് അത്ഭുതങ്ങളും അധികാരവുമാണ് വേണ്ടതെന്ന്. നമുക്കുള്ളിലെ വിശ്വാസിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. സത്യമതല്ലേ? ഒരു സത്യം നമ്മുടെ മുന്നിൽ വന്നാൽ പോലും നമ്മുടെ പഴയ വിശ്വാസങ്ങൾ അതിനെ തടവിലാക്കും. അതിൻ്റെ കാരണം സത്യമെന്നത് ഒരു വിപ്ലവമാണ്. വിശ്വാസം എന്നതോ ഒരു സുരക്ഷിത തടവറയുമാണ്. സൂഫികൾ പറയുന്നത് വിശ്വാസം വിരസതയും കാഠിന്യവും നൽകുന്നു എന്നാണ്. എന്നാൽ അറിയുന്നവന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയും വേണം. മതം എന്നത് വിശ്വസിക്കാനുള്ളതല്ലെന്നേ, മറിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനുള്ളതാണ്. നമ്മുടെ ബോധത്തെ ഒരു കണ്ണാടിയായി മാറ്റുക എന്നതാണ് ഇവിടെ പ്രധാനം. അവിടെ ഒന്നും പിടിച്ചു വെക്കാനില്ല, എല്ലാം പ്രതിഫലിപ്പിക്കുക മാത്രമേ വേണ്ടൂ. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് പോലും നിങ്ങൾ വിശ്വസിച്ചേക്കരുത്. പകരം നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഓർക്കുക, വിശ്വാസം നമ്മെ ഉറക്കത്തിലാഴ്ത്തും, എന്നാൽ അന്വേഷണം നമ്മെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പല സത്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. അഹന്തയുടെ അന്ത്യത്തെക്കുറിച്ചും വിശ്വാസത്തിനപ്പുറത്തെ അനുഭവത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ അറിയുന്നത് ജീവിതത്തെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുവാനുള്ള വഴികളെക്കുറിച്ചാണ്. ഇവിടെ അച്ചടക്കമെന്നാൽ അടിമത്തമല്ലെന്നും അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണെന്നും നമ്മൾ തിരിച്ചറിയാൻ പോകുകയാണ്. നമ്മുടെ ബോധത്തെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് ആ ഭാഗത്തിലേക്ക് നമുക്ക് പതിയെ പ്രവേശിക്കാം. ആത്മീയതയുടെ അവസാന വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് സ്വാതന്ത്ര്യം എന്നാണ്. എന്നാൽ പലരും ആത്മീയതയെ കാണുന്നത് കടുത്ത നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു തടവറയായിട്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് സദാചാര നിയമങ്ങളും കടുത്ത അച്ചടക്കവും പിന്തുടരുന്നവർ പോലും പലപ്പോഴും അസന്തുഷ്ടരായി കാണപ്പെടുന്നതെന്ന്? അതിൻ്റെ കാരണമെന്നത് അവരുടെ അച്ചടക്കമെന്നത് പുറത്തുനിന്ന് അടിച്ചേൽപ്പിച്ചതാണ്. സത്യത്തിൽ അച്ചടക്കം എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കാനുള്ള സന്നദ്ധത എന്നാണ്. അത് ഒരു ശിഷ്യനായിരിക്കുക എന്ന ഒരു അവസ്ഥയാണ്. ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾക്കായി തുറന്നിരിക്കുന്ന മനസ്സ്, അതാണ് യഥാർത്ഥ അച്ചടക്കം. നമ്മുടെയൊക്കെ ദുഃഖത്തിന് കാരണം നമ്മൾ പിന്തുടരുന്ന നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവമാണ്. നമ്മൾ എത്ര വിശുദ്ധനാണെന്ന് തോന്നുന്നുവോ അത്രയും വലിയ അഹന്തത നമുക്കുള്ളിൽ ജന്മമെടുക്കും. ഞാൻ അച്ചടക്കമുള്ളവനാണ് എന്ന ചിന്ത പോലും ഒരു തടസ്സമാണ്. ഈ അഹന്തയുടെ അഭാവത്തിൽ മാത്രമുണ്ടാകുന്ന ഒന്നാണ് ആനന്ദമെന്നത്. സൂഫികൾ പറയുന്നു, നിങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ദൈവം നിങ്ങളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങുകയെന്ന്. ആ അഹന്തയുടെ മരണം മാത്രമാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഇവിടെ സ്വതന്ത്രനാക്കുന്നത്. മതപരമായ ഒരു മനുഷ്യൻ സന്മാർഗിയായി ജീവിക്കുന്നത് നരകത്തെ ഭയന്നോ സ്വർഗത്തെ കൊതിച്ചോ ആയിരിക്കില്ല,
മറിച്ച് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ധ്യാനത്തിലൂടെ നമ്മുടെ ബോധമുണരുമ്പോൾ സന്മാർഗം എന്നത് ഒരു സുഗന്ധം പോലെ നമ്മിൽ നിന്ന് പുറപ്പെടും. ഒരു പൂ സുഗന്ധം പരത്തുന്നത് അതൊരു നിയമമായതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണ്. ബോധമുള്ളവന് നിയമങ്ങൾ ആവശ്യമില്ലെന്നേ. ബോധമില്ലാത്തവന് നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് പാലിക്കാനും കഴിയില്ല. സൂഫിസം നമ്മെ സുരക്ഷിതമായ ഒരു തീരത്തേക്കല്ല ക്ഷണിക്കുന്നത്, മറിച്ച് പ്രക്ഷുബ്ധമായ ഒരു കടലിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അതൊരു സാഹസികതയാണ് കേട്ടോ. സ്ഥിരമായ നിയമങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ബോധമില്ലാതെ ജീവിക്കുവാനുള്ള സൗകര്യത്തിനാണ്. എന്നാൽ ഓരോ നിമിഷവും ബോധത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം ഒരു നൃത്തമായി മാറും. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തിൽ സന്തോഷവാനായിരിക്കാൻ കഴിയൂ. ഈ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റണം. നമ്മൾ മുൻപ് സംസാരിച്ച കമ്പിളി നൂൽ നൂൽക്കുന്നവന്റെ ജാഗ്രതയെ ഓർത്താൽ ആ ജാഗ്രതയാണ് സ്വാതന്ത്ര്യമെന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതുമാകട്ടെ, അതിൽ നമ്മൾ പൂർണ്ണമായി ലയിക്കുമ്പോൾ നമ്മൾ അവിടെ സ്വതന്ത്രനാകും. അവിടെ കർത്താവില്ല, കർമ്മം മാത്രമേയുള്ളൂ. ഈ പരമമായ ലയനത്തെയാണ് സൂഫികൾ ആനന്ദം എന്ന് വിളിക്കുന്നത്. ഓഷോയുടെ ദർശനങ്ങളിലൂടെ സൂഫി മിസ്റ്റിക്കുകൾ നമുക്ക് നൽകിയ ഈ മഹത്തായ ജ്ഞാനം വെറുമൊരു അറിവായി സൂക്ഷിക്കരുതേ എന്നാണ് എൻ്റെ അപേക്ഷ. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവമായി മാറണം. നിങ്ങളിത് വിശ്വസിക്കരുത്, പകരം അന്വേഷിക്കണമെന്ന കാര്യം നമ്മൾ വിസ്മരിക്കുകയും വരുത്. അച്ചടക്കത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താം. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് പ്രപഞ്ചബോധമായി നമുക്ക് മാറാം. ഈ മഹായാത്രയിലെ അതീവ സുന്ദരമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ബുദ്ധിയെക്കുറിച്ചും അഹന്തയെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. എന്നാൽ നമ്മൾ ഇനി സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയെക്കുറിച്ചാണ്. നമുക്കറിയാം, സൂഫിസത്തിൻ്റെ ജീവൻ എന്നത് സ്നേഹമാണ്. സ്നേഹം എങ്ങനെയാണ് ഒരുവനെ ദൈവത്തിലേക്ക് നയിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹമില്ലാത്ത പ്രാർത്ഥനകൾ വെറും വ്യായാമങ്ങളായി മാറുന്നത്? ഇതറിയാമോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ യുക്തിയുടെ ലോകത്ത് നിന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, സാധാരണ മതങ്ങൾ നമുക്ക് നിയമങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ സൂഫിസം നമുക്ക് നൽകുന്നത് പ്രണയമാണ്. ഒരു സൂഫിയെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്നത് ഭയപ്പെടേണ്ട ഒരു യജമാനനല്ല, മറിച്ച് പ്രണയിക്കേണ്ട ഒരു മഹബൂബാണ്. നിയമങ്ങൾ നമ്മെ ബന്ധിക്കുമ്പോൾ സ്നേഹം നമ്മെ വിമോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിയമങ്ങൾ പാലിക്കുന്നവൻ പുണ്യവാളനാകാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്നേഹിക്കുന്നവൻ ഫനയാകാൻ അഥവാ ഇല്ലാതാകാനാണ് ശ്രമിക്കുക. ഈ ഇല്ലാതാകലാണ് ആത്മീയതയുടെ പരമമായ അവസ്ഥ. സ്നേഹമെന്നത് ഒരു രാസപ്രവർത്തനമാണ്. അത് നമുക്കുള്ളിലെ ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുകയാണ്. കാമത്തെ സ്നേഹമാക്കി മാറ്റുന്ന വിദ്യയാണ് സൂഫിസം എന്നത്. കാമം എന്നത് മറ്റൊരാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ്. എന്നാൽ സ്നേഹമെന്നതോ മറ്റൊരാൾക്കായി സ്വയം സമർപ്പിക്കുവാനുള്ള ദാഹമാണ്. സ്നേഹമുദിക്കുമ്പോൾ അഹന്ത താനെ ഉരുകിത്തീരും. ഞാനെന്ന ഭാവം നിലനിൽക്കുന്നിടത്ത് സ്നേഹത്തിന് വസിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹമാണ് ദൈവത്തിലേക്കുള്ള ഏറ്റവും ചെറിയ കുറുക്കുവഴിയും. നോക്കൂ, ഈ ലോകത്തിൻ്റെ കണ്ണിൽ സൂഫികൾ പലപ്പോഴും ഭ്രാന്തന്മാരായി തോന്നാം. കാരണം അവർ യുക്തിക്കല്ല, ഹൃദയത്തിനാണ് വില നൽകുന്നത്. നിങ്ങൾ നിരീക്ഷിച്ചോളൂ, യുക്തി പറയുന്നവൻ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ സ്നേഹിക്കുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്താനാണ് തയ്യാറാകുന്നത്. ഈ ദിവ്യമായ ഭ്രാന്താണ് നമ്മെ യഥാർത്ഥ മതാത്മകതയിലേക്ക് നയിക്കുന്നത്. സ്നേഹിക്കുന്നവൻ നിയമങ്ങൾ തെറ്റിച്ചേക്കാം, പക്ഷെ അവൻ ഒരിക്കലും സത്യത്തെ തെറ്റിക്കില്ല. കാരണം അവൻ്റെ ഉള്ളിലെ നിയമം സ്നേഹമാണ്. നോക്കൂ, നമ്മൾ മണിക്കൂറുകളോളം പള്ളിയിലോ അമ്പലത്തിലോ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ആ പ്രാർത്ഥന
ആകാശത്തോളം പോലും ഉയരില്ല. അത് വെറും വാക്കുകളുടെ ബഹളം മാത്രമായി മാറും. എന്നാൽ സ്നേഹനിർഭരമായ ഒരു നോട്ടമോ ഒരു പുഞ്ചിരിയോ 1000 പ്രാർത്ഥനകളെക്കാൾ മൂല്യമുള്ളതാണ്. ദൈവം വാക്കുകളിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ സ്പന്ദനങ്ങളിലാണ് വസിക്കുന്നത്. സ്നേഹമായി മാറുന്നതാണ് ഏറ്റവും വലിയ ആരാധന. സ്നേഹിക്കാൻ പഠിക്കുക എന്നത് തന്നെയാണ് ദൈവത്തെ അറിയുവാനുള്ള ആദ്യത്തെ പാഠമെന്നത്. മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവരിലെ ദൈവത്തെയാണ് സ്പർശിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, എന്നാൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരേ ഒരു സത്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അത് മരണത്തെക്കുറിച്ചാണ്. ഭൂരിഭാഗം ആളുകൾക്കും മരണമെന്നത് ജീവിതത്തിൻ്റെ അവസാനമാണ്. എന്നാൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു വലിയ കവാടമാണ്. മരിക്കുന്നതിനു മുൻപേ മരിക്കുക എന്ന് മിസ്റ്റിക്കുകൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ മരണത്തെ ഒരു ആഘോഷമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുക? ഭയത്തിൻ്റെ ഇരുളിൽ നിന്ന് ബോധത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മരണത്തെ എങ്ങനെ മാറ്റാൻ കഴിയും? നമുക്കറിയാം, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ തന്നെ നമ്മുടെ കൂടെയുള്ള ഒന്നാണ് മരണവും. മരണം എന്നത് നമ്മുടെ ജീവിതത്തിന് വിരുദ്ധമായ ഒന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണത്. ഒരു പുഷ്പം വിരിയുന്നത് കൊഴിയാനാണ്. ആ കൊഴിയലിലാണ് അതിൻ്റെ പരിമളം പൂർണ്ണമായും പ്രപഞ്ചത്തിലേക്ക് പകരുന്നത്. നമ്മുടെ ശരീരത്തിന് മാറ്റം സംഭവിക്കും, അത് മണ്ണിലേക്ക് മടങ്ങും. എന്നാൽ ആ ശരീരത്തിനുള്ളിലിരുന്ന് ഇതിനെയെല്ലാം സാക്ഷിയായി നോക്കിക്കാണുന്ന ആ ബോധത്തിന് മരണമില്ല. ആ ബോധത്തെ തിരിച്ചറിയുന്നവന് മരണം ഒരു ഭീഷണിയുമല്ല. മരിക്കുന്നതിനു മുൻപേ മരിക്കുക എന്നത് സൂഫിസത്തിലെ അതിപ്രധാനമായ ഒരു തത്വമാണ്. അത് ശാരീരികമായ ഒരു മരണത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അഹന്തയുടെ മരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാനെന്ന ഭാവം മരിക്കുമ്പോൾ നമ്മിൽ ബാക്കിയാവുന്നത് അനന്തമായ ദൈവീകതയായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ അഹന്തയെ ദഹിപ്പിച്ചു കളയുന്നവന് മരണം ഒരു ഉത്സവമാണ്. കാരണം അവന് നഷ്ടപ്പെടാൻ അവിടെ ഒന്നുമില്ല എന്നതാണ് കാരണം. അഹന്തയുള്ളവനാണ് മരണത്തെ ഭയപ്പെടുക. കാരണം മരണം അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളെയും സ്ഥാനമാനങ്ങളെയും കവർന്നെടുക്കും. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത് ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടെന്നാണ് പറയുന്നത്. നമുക്കുള്ള ജീവിതം പൂർണ്ണമായി ജീവിക്കാത്തവനാണ് മരണത്തെ പേടിക്കുന്നത്. ഓരോ നിമിഷവും ജാഗ്രതയോടെയും പ്രണയത്തോടെയും ജീവിക്കുന്ന ഒരാൾക്ക് മരണം എന്നതൊരു വിശ്രമം മാത്രമാണ്. മരണത്തിൻ്റെ ആ സുന്ദര നിമിഷത്തിൽ നമ്മൾ എത്രത്തോളം ബോധവാന്മാരായിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നിത്യതയിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. മരണസമയത്ത് നമ്മുടെ ബോധമാണ് നമ്മുടെ അടുത്ത ഘട്ടം തീരുമാനിക്കുന്നത്. സൂഫികൾ നൃത്തം ചെയ്യുന്നത് മരണത്തെ തോൽപ്പിക്കാനല്ലട്ടോ, മറിച്ച് മരണത്തെ പുൽകാനാണ്. ആ നൃത്തത്തിൽ ശരീരം കറങ്ങുന്നു, മനസ്സവിടെ ഇല്ലാതാകും. ഒടുവിൽ അവിടെ ആത്മാവ് മാത്രമാണ് ബാക്കിയാവുക. ആ നിമിഷം അവർ അനുഭവിക്കുന്നത് ഒരുതരം മരണമാണ്, അഹന്തയുടെ മരണം. ഈ അനുഭവം ലഭിച്ചവന് പിന്നീട് ശാരീരിക മരണം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു യാത്രയുടെ തുടക്കം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് റൂമിയെ പോലുള്ള മഹത്തുക്കൾ മരണത്തെ ദൈവവുമായുള്ള വിവാഹ നിശ്ചയം എന്ന് വിളിച്ചത്. എത്ര മനോഹരമാണല്ലേ! സ്നേഹമുള്ളവരെ, മരണമൊരു അവസാനമല്ല, അതൊരു പുതിയ ആകാശമാണ്. ഇന്നു മുതൽ മരണത്തെ ഭയപ്പെടാതെ ഓരോ നിമിഷവും ബോധത്തോടെ ജീവിച്ചു തുടങ്ങാം നമുക്ക്. നമ്മളിപ്പോൾ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി. ശരി, മരണത്തിന് ശേഷം ബാക്കിയാവുന്നത് എന്താണെന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം സൂഫിസത്തിൽ ഇതിനെ അൽഫഗർ അഥവാ ശൂന്യത എന്നാണ് വിളിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ എങ്ങനെയെല്ലാം കണ്ടെത്താമെന്നും നിശബ്ദത എങ്ങനെയാണ് ഒരു സംഗീതമായി മാറുന്നതെന്നും നമ്മുടെ മനസ്സ് പൂർണ്ണമായും ശൂന്യമാകുമ്പോൾ അവിടെ ദൈവത്തിനിരിക്കാൻ ഇടമുണ്ടാകുന്നുണ്ടോ എന്നും നമുക്ക് നോക്കാം.
ഒരു പാത്രത്തിൻ്റെ പ്രയോജനം ഇരിക്കുന്നത് അതിൻ്റെ വശങ്ങളിലല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ശൂന്യതയിലാണ്. ആ ശൂന്യതയുള്ളത് കൊണ്ടാണ് നമുക്കതിൽ വെള്ളം നിറയ്ക്കാനും മറ്റെന്തെങ്കിലും ശേഖരിക്കാനും കഴിയുന്നത്. അതുപോലെ നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും നിറഞ്ഞിരുന്നാൽ അവിടെ സത്യത്തിന് പ്രവേശിക്കാൻ ഇടമുണ്ടാവില്ല. സൂഫിസം പഠിപ്പിക്കുന്നത് നമ്മെ നിറയ്ക്കാനല്ല, മറിച്ച് നമ്മെ ശൂന്യമാക്കാനാണ്. നമ്മൾ എപ്പോൾ ഒന്നുമല്ലാതായി മാറുന്നുവോ അപ്പോൾ നമ്മൾ എല്ലാമായി മാറുന്നുവെന്നാണ് സൂഫിസം പറയുന്നത്. സത്യത്തിൽ ഈ ദൈവം സംസാരിക്കുന്നത് നിശബ്ദതയിലൂടെയാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്നാൽ നമ്മൾ നിശബ്ദരാകുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ നിശബ്ദത വെറുമൊരു ശബ്ദമില്ലായ്മയല്ല, അതൊരു സാന്നിധ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ വെളിപ്പെട്ടിട്ടുള്ളത് നിശബ്ദതയിലാണ്. ചിന്തകൾ അവസാനിക്കുമ്പോൾ മാത്രം കേൾക്കാൻ കഴിയുന്ന ആ സംഗീതമാണ് പ്രപഞ്ചത്തിന്റെ താളം. ഒരു സൂഫി ഒരുപക്ഷെ ഭൗതികമായി ദരിദ്രനായിരിക്കാം, പക്ഷേ അവൻ ആന്തരികമായി ഒരു ചക്രവർത്തിയാണ്. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ ഒന്നും പിടിച്ചു വെക്കുന്നില്ല. നമ്മൾ വസ്തുക്കളെയും ബന്ധങ്ങളെയും മുറുകെ പിടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ ആ ശൂന്യതയെ സ്നേഹിക്കാൻ പഠിക്കുന്നവൻ ഭയത്തിന് അതീതനാകുകയാണ്. ഒന്നുമില്ലാത്തവൻ എല്ലാം ഉള്ളവനാണ്, കാരണം അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ശൂന്യതയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത്. സൂഫികൾ മനസ്സിനെ ഒരു കണ്ണാടിയോടാണ് ഉപമിക്കുന്നത്. കണ്ണാടിയിൽ പൊടിപടലങ്ങളായ അഹന്തത, ആഗ്രഹങ്ങൾ തുടങ്ങിയവ ഇരിക്കുമ്പോൾ അതിന് സത്യത്തെ ഒരിക്കലും പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ണാടി തുടച്ച് വൃത്തിയാക്കുമ്പോൾ അത് ശൂന്യമാകും. ആ ശൂന്യമായ കണ്ണാടിയിലാണ് ഈ പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണതയോടെ പ്രതിഫലിക്കുന്നത്. നമ്മൾ ശൂന്യനാകുമ്പോൾ നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ കണ്ണാടിയായി മാറുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നുമല്ലാതാകാനുള്ള വിദ്യയാണ്. നിശബ്ദതയെ ഭയപ്പെടാതെ ഏകാന്തതയെ ആഘോഷിക്കാം നമുക്ക്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സത്ത മറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കുറച്ചു സമയം നമ്മൾ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും മരണത്തിൻ്റെയും ശൂന്യതയുടെയും പല പാതകൾ താണ്ടി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കൊടുമുടിയുടെ അറ്റത്താണ്. ഇന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ നമ്മളെ ആയിരിക്കില്ല, മറിച്ച് പ്രപഞ്ചവുമായി അലിഞ്ഞു ചേർന്ന പുതിയൊരു ബോധത്തെ ആയിരിക്കും. ആത്മീയ യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലും എത്താനല്ല ശ്രമിക്കുന്നത്. എവിടെയാണോ നമ്മളുള്ളത് അവിടെ പൂർണ്ണമായും ഉണർന്നിരിക്കാനാണ്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് നമ്മെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനല്ല, മറിച്ച് നമ്മൾ ഇരുന്ന ഇടത്തു തന്നെ ഉണരാനാണ്. ബുദ്ധനും കബീറും റൂമിയുമെല്ലാം ബോധോദയം ലഭിച്ചപ്പോൾ ചിരിച്ചത് തങ്ങൾ തിരിഞ്ഞത് തങ്ങളുടെ ഉള്ളിൽ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഈ യാത്ര അവസാനിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നിടത്താണ്. സൂഫി മിസ്റ്റിക്കായ മൻസൂർ അൽ ഹല്ലാജ് പ്രഖ്യാപിച്ച സത്യമാണിത്. അനൽ ഹഖ്, ഞാൻ ദൈവമാകുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യമാകുന്നുവെന്ന്. ഇതിൻ്റെ അർത്ഥം അഹന്തയല്ല, മറിച്ച് അഹന്തയുടെ പൂർണ്ണമായ നിരസമാണ്. ഒരു കടൽ തുള്ളി കടലിൽ വീഴുമ്പോൾ അത് ഇല്ലാതാകുന്നില്ലല്ലോ, അത് കടലായി മാറുകയാണ്. ഇതുപോലെ നമ്മുടെ പരിമിതമായ ബോധം പ്രപഞ്ചബോധത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണിത്. അവിടെ ആരാധിക്കുന്നവനും ആരാധിക്കപ്പെടുന്നവനും ഒന്നായി മാറുകയാണ്. ദിവ്യബോധം എന്നാൽ നിത്യജീവിതത്തിൽ സാക്ഷിയായി ജീവിക്കുക എന്നതാണ്. കടയിൽ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വീട്ടുകാരൊത്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദതയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകം നമ്മെ ബാധിക്കാത്ത ആ അവസ്ഥ, ചെളിയിൽ വിരിയുന്ന താമരയെപ്പോലെ നിർമ്മലമായിരിക്കാം നമുക്ക്. അതായിരിക്കണം ഈ യാത്രയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ആത്മീയതയിൽ അവസാനമില്ലെന്നേ. നമ്മൾ ശ്രദ്ധിച്ച ഓഷോയുടെ ദർശനങ്ങൾ ഒരു വിത്താണ്. അത് നമ്മുടെ ഹൃദയത്തിൽ പാകിയിരിക്കുന്നു. ഇപ്പോൾ അത് മുളയ്ക്കണം, വളരണം, പൂക്കണം. ഓരോ നിമിഷവും ബോധവാന്മാരായിരിക്കുക. സ്നേഹം നമ്മുടെ സ്വഭാവമാകണം. നിശബ്ദതയെ നമ്മുടെ കൂട്ടുകാരനാക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ ഒരു സൂഫി മഠമുണ്ടാകും, അവിടെ ഒരു ദേവാലയമുണ്ടാകും. ഏറ്റവും പ്രിയമുള്ള ആത്മാന്വേഷികളെ,
ഇന്നത്തെ സൂഫി ദർശനങ്ങൾ ഇവിടെ പൂർത്തിയാകുകയാണ്. നമ്മൾ സംസാരിച്ച ഓരോ കഥയും ഓരോ ചിന്തയും നമ്മുടെ ഉള്ളിൽ പുതിയൊരു വെളിച്ചം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ ഇത്രയും നേരം ക്ഷമയോടെ ശ്രമിച്ച നിങ്ങളുടെ ഉള്ളിലെ ആ ദൈവികതയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഓഷോയുടെ വാക്കുകളിലൂടെയും സൂഫി മിസ്റ്റിക്കുകളുടെ ജ്ഞാനത്തിലൂടെയും നമ്മൾ നടത്തിയ ഈ തീർത്ഥാടനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, സത്യം ദൂരെയല്ല, അത് നമ്മുടെ അടുത്ത ശ്വാസത്തിലുണ്ട്. സ്നേഹമായിരിക്കുക, ശാന്തമായിരിക്കുക, ബോധവാന്മാരായിരിക്കുക. ദിവ്യമായ ആ ബോധം നിങ്ങളിൽ എന്നും പ്രകാശിക്കട്ടെ. എല്ലാവർക്കും സ്നേഹം മാത്രം. എല്ലാവർക്കും നന്ദി. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ തുടക്കം മാത്രമാണ്. നന്ദി, നമസ്കാരം.